അപ്പൊ തുടങ്ങാല്ലേ? തിരുത്തേണ്ടത് തിരിച്ചറിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില നേതാക്കൾ തിരിച്ചറിഞ്ഞു എന്നതിനപ്പുറം യഥാർത്ഥത്തിൽ തിരുത്തേണ്ട വ്യക്തി അത് പൂർണ്ണമായും തിരിച്ചറിയാനോ ഉൾക്കൊള്ളാനോ കഴിഞ്ഞിട്ടില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇവളാള് വിചാരിച്ചവല്ല, നല്ല മിടുക്കിയാണ്. നിന്റെ ലക്ഷണം കണ്ടപ്പോഴേ അവക്ക് ആളെ പിടികിട്ടി. പക്ഷെ കയ്യിലൊരു പത്തിരി പശകാരനാ തോന്നുന്നത്. കാരണം നേരത്തെ ഗീവർഗീസ് മാർ കൂറിലോസ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ വിവരദോഷി എന്ന് വിളിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഞാൻ ഉദ്ദേശിച്ചത്. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നത്? എന്റെ കാലിനായിട്ട് ഇവിടെ മറ്റ് നേതാക്കൾ ഇപ്പോൾ ഡോക്ടർ ടി എം തോമസ് ഐസക് മുൻ ധനമന്ത്രിയുടെ അഭിമുഖത്തിലുടനീളം അദ്ദേഹം പറയുന്നത് സത്യം പറ, ഞാൻ ആരോടും പറയില്ല. നിനക്ക് വല്ല ഭ്രാന്തുണ്ടാ? എത്രമാത്രം അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ മുന്നിലിരുത്തിക്കൊണ്ട് അദ്ദേഹത്തിനായാലും ഡോക്ടർ ടി എം തോമസ് ഐസക്കിനായാലും മുഖത്ത് നോക്കി ഇത് പറയാനുള്ള ധൈര്യമുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. കാരണം നേതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരായാലും, അത് ഡോക്ടർ ടി എം തോമസ് ഐസക് ആയാലും പിണറായി വിജയൻ ആയാലും തെറ്റാരാണോ ചെയ്യുന്നത്, ആരാണോ ശൈലി മാറ്റം വരുത്തേണ്ടത് അയാളുടെ മുഖത്ത് നോക്കി പറയണം. എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലി. എനിക്ക് ഉണ്ണിസാറിനോട് പറയാനുള്ളത് ഞാൻ നികേഷ് സാറിനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഉണ്ണിസാറിനോട് തന്നെ പറയണം. അതായത് ഇവിടെ തിരുത്തേണ്ടത് പിണറായി ശൈലിയാണെങ്കിൽ മുഖ്യമന്ത്രിയായ പിണറായി വിജയനോട് തന്നെയാണത് തുറന്നു പറയാൻ തയ്യാറാകേണ്ടത്. ഇടങ്കോലിടാനും ഏഷണി കൂട്ടാനും ഇവളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ.